ഹായ് ട്രേഡേഴ്സ്, ഗ്രീൻ ആരോ ട്രേഡിംഗ് അക്കാദമിയുടെ മറ്റൊരു മാർക്കറ്റ് അനാലിസിസിലേക്ക് സ്വാഗതം. ഇന്നലെ അല്ലെങ്കിൽ കഴിഞ്ഞ മാർക്കറ്റ് അനാലിസിസിൽ നമ്മൾ നിഫ്റ്റിയുടെ അനാലിസിസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞായിരുന്നു, നിഫ്റ്റി ഒരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ റിവേഴ്സൽ വന്നതിന് ശേഷം അല്ലെങ്കിൽ പുൾ ബാക്ക് തന്നതിന് ശേഷമുള്ള ഒരു മൂവ്മെന്റ് ആണെങ്കിൽ ചെറുതായിട്ട് അല്ലെങ്കിൽ മൂവ്മെന്റ് വരാൻ സാധ്യതയുണ്ട്. 25,000 എന്നുള്ളൊരു റൗണ്ട് ലെവല് റിസ്ക് ആക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ മാർക്കറ്റ് നോക്കിയാൽ ഇന്നത്തെ മാർക്കറ്റ് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. 25,000 അടുത്ത് പോയിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, അവിടെ റിവേഴ്സ് വരാനുണ്ടായത്. നിഫ്റ്റി ബാങ്ക് ആണെങ്കിലും എന്ത് ചെയ്തത്, ഷാർപ്പായിട്ട് ഒരു സെൽ ഓഫ് ആണ് വന്നത്. അതേപോലെ തന്നെ നിഫ്റ്റി സെയിം സിനാരിയോ ഉണ്ടാക്കിയത്. മിഡ് ക്യാപ്പ് മാത്രമാണ് എന്ത് ചെയ്തത്, മാർക്കറ്റിൽ ഒരു ബൈയിങ് മൊമെന്റ് തന്ന് പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡെയിലി ക്യാൻഡിൽ ഇതൊരു മന്ത്ലി എക്സ്പയറി കൂടെയാണ് നിഫ്റ്റിയുടെ സംബന്ധിച്ച്. അപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ പോസിറ്റീവ് മൊമെന്റ് ഉണ്ടാക്കി, ഇന്നത് കഴിഞ്ഞ് ഒരു നെഗറ്റീവ് മൊമെന്റ് ഉണ്ടാക്കിയിട്ടാണ് എല്ലാം നിന്നുള്ളത്. അപ്പോൾ ഡെയിലി ക്യാൻഡിൽ ഒരു ചെറിയ ക്യാൻഡിൽ അല്ലെങ്കിൽ എന്താ പറയാ, ഡെയിലി ക്യാൻഡിൽ ചെറിയ ക്ലോസിംഗ് ക്യാൻഡിൽ ചെറുതാണ്, വളരെ ചെറിയ ക്യാൻഡിൽ തന്നുള്ളത്, ചെറിയ മൂവ്മെന്റ് മാത്രമേ തന്നിട്ടുള്ളൂ എന്നുള്ളതാണ്. ഷാർപ്പ് സെല്ലിംഗ് തന്ന ഏരിയ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. ഒരു ഫിബ് എക്സ്റ്റൻഷൻ വെച്ച് മാർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് 24,982 എന്നുള്ളത് ഇന്ന് ഓപ്പൺ ചെയ്ത അല്ലെങ്കിൽ ഇന്ന് ഫസ്റ്റ് ക്യാൻഡിൽ ഹൈ പോയ ഏരിയ ആണ്. അത് കഴിഞ്ഞ് 25,010 ഫിബ് എക്സ്റ്റൻഷൻ വെച്ച് ചെയ്യുന്ന സമയത്ത് 25,010, 25,087, 25,166 എന്നുള്ളതൊക്കെ ആയിരുന്നു നമുക്ക് ഇന്നലെ റെസിസ്റ്റൻസ് വർക്ക് ചെയ്തത്. ഷാർപ്പായിട്ട് എന്ത് ചെയ്തു, 24,982 എന്നുള്ള ഭാഗത്ത് നിന്ന് ഒരു റിവേഴ്സൽ ഷാർപ്പായിരുന്നു, വളരെ ഷാർപ്പായിട്ട് ചെറിയ 2 ക്യാൻഡിൽ തന്നെ എന്ത് ചെയ്തു, നല്ലൊരു സെല്ലിംഗ് പ്രഷർ കാണിച്ചു. ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ 2 ദിവസങ്ങളിൽ നല്ല ഒരു മൂവ്മെന്റ് കോൾ സൈഡിലേക്കും തിരിച്ച് ഇന്നത്തെ ഒറ്റ ദിവസം നന്നായിട്ട് എന്ത് ചെയ്തു, ഒരു സെല്ലോക്ക് ഉണ്ടാക്കി. എപ്പോഴും നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും, ഒരു 12 മണി അല്ലെങ്കിൽ 12:15 കൂടിയാണ് എന്ത് ചെയ്യുന്നത്, മാർക്കറ്റിൽ സെല്ലോക്കുകൾ വരുന്നത് അല്ലെങ്കിൽ ബൈ മൂവ്മെന്റ് വരുന്നത്. അപ്പോൾ ആഫ്റ്റർനൂൺ സെഷനിൽ എപ്പോഴും മാർക്കറ്റിന് ട്രെൻഡ് എങ്ങനെയാണോ ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി നാളേക്കുള്ള മാർക്കറ്റ് ആണെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് 24,882 അല്ലെങ്കിൽ 24,900 എന്നുള്ള ലെവലുകൾ ബ്രേക്ക് ചെയ്താൽ മാത്രം മുകളിലേക്കുള്ള ട്രേഡുകൾ. ഫസ്റ്റ് ടാർഗറ്റ് ചെയ്യുന്നത് 24,982 തന്നെയാണ്. അത് കഴിഞ്ഞ 25,010 എന്നുള്ള ലെവലാണ്. പക്ഷേ ഡൗൺ സൈഡ് വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 24,778 എന്നുള്ള ലെവൽ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡൗൺ സൈഡ് ട്രേഡുകൾ പ്ലാൻ ചെയ്യാം. അപ്പോൾ ഇതിൽ ഒരു വിഷയം 24,770 അല്ല, 24,770 അല്ലെങ്കിൽ അതിന് താഴെ 24,760 എന്നുള്ള ലെവലൊക്കെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് മാത്രം എന്ത് ചെയ്യാം, ഡൗൺ സൈഡ് ട്രേഡുകൾ പ്ലാൻ ചെയ്യാം. അതല്ലാത്ത കേസിലാണെങ്കിൽ 24,888 അല്ലെങ്കിൽ 896 എന്നുള്ള ലെവലൊക്കെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ കോൾ സൈഡിൽ ട്രേഡുകൾ പ്ലാൻ ചെയ്യാം. പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 2 ദിവസം കൂടെ മാർക്കറ്റ് സൈഡ് വൈസ് ആവാനും ചെറിയ ഒരു സൈഡ് വൈസ് ഡൗൺ ട്രെൻഡ് തരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റാം. അപ്പോൾ നാളെ 24,896 മുകളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു അല്ലെങ്കിൽ ഫ്ലാറ്റ് ഓപ്പൺ ചെയ്ത് 24,896 എന്നുള്ള ലെവൽ ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ മാത്രം എന്ത് ചെയ്യാം, നമുക്ക് കോൾ സൈഡിൽ ട്രേഡുകൾ പ്ലാൻ ചെയ്യാം. അതല്ലാത്ത കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡൗൺ സൈഡ് പ്ലാൻ ചെയ്യാം. 24,650, 24,551 എന്നുള്ള 2 ടാർഗറ്റുകൾ നമുക്ക് താഴേക്ക് വെക്കാൻ പറ്റും. അതേപോലെ നിഫ്റ്റി ബാങ്കിലാണെങ്കിൽ ഇത് തന്നെയാണ്. 51,785 മുകളിൽ പോവുകയാണെങ്കിൽ മാത്രം എന്ത് ചെയ്യാം, നമുക്ക് കോൾ സൈഡിലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റും. ഇന്നത്തെ ലോ അതായത് 51,179 ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രം എന്ത് ചെയ്യാം, നമുക്ക് ഡൗൺ സൈഡ് ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റും. കുറച്ചും കൂടെ നല്ലത് നിഫ്റ്റി ആയിരുന്നു. പക്ഷേ നിഫ്റ്റി കഴിഞ്ഞ 2 ദിവസം മൂവ്മെന്റ് തന്നു എന്നുള്ളതുകൊണ്ട് എന്തില്ല, ഞാൻ നിഫ്റ്റി വല്ലാണ്ട് ഫോക്കസ് ചെയ്യുന്നില്ല. നിഫ്റ്റി അതേപോലെ തന്നെയാണ് 23,212 താഴെ വന്നാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്തത്, താഴേക്കുള്ള ട്രേഡുകൾ പ്ലാൻ ചെയ്തത്. 23,473 മുകളിൽ പോയാൽ മാത്രമാണ് മുകളിലേക്കുള്ള ട്രേഡുകൾ പ്ലാൻ ചെയ്തത്. ഇതിൽ നമ്മൾ നോക്കേണ്ട കാര്യം വെച്ചാൽ എവിടെയാണ് റെസിസ്റ്റൻസ് അതിന്റെ മുകളിൽ ഒരു ഫേക്ക് ബ്രേക്ക് ഔട്ട് തന്നതിന് ശേഷം മാത്രമാണ് എല്ലാ ദിവസവും മാർക്കറ്റ് ഫോൾ തരുന്നതെന്നാണ്. അപ്പോൾ സിമ്പിൾ ബ്രേക്ക് ഔട്ടിൽ എൻട്രികൾ പ്ലാൻ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഇതിനെ ഒഴിവാക്കാനുള്ള അല്ലെങ്കിൽ ഫാസ്റ്റ് ബ്രേക്ക് ഔട്ട് ഒഴിവാക്കാനുള്ള ഏക വഴി. വേറെ വഴികളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഡൗൺ സൈഡ് വരികയാണെങ്കിൽ 23,212 ബ്രേക്ക് ആണെങ്കിൽ 23,130 അതേപോലെ 23,032 എന്നുള്ള ലെവലുകൾക്ക് വരെ മാർക്കറ്റ് വരാം. ഇൻ കേസ് ഇതിന്റെ ഇടയിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഈ 2 ഏരിയ ഞാനിപ്പോൾ പറഞ്ഞ 2 ഏരിയ ബ്രേക്ക് ചെയ്യാതെ വരുന്ന ട്രേഡുകൾ ഒഴിവാക്കുന്നതായിരിക്കും വളരെ നല്ലത്. അതേപോലെ മിഡ് ക്യാപ്പിലാണെങ്കിൽ മിഡ് ക്യാപ്പ് സിമെട്രിക് ട്രയാങ്കിൾ ആയിട്ടാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. മിഡ് ക്യാപ്പിൽ എൻട്രി എടുക്കാൻ തന്നെ എന്ത് വേണം,
ഇന്നത്തെ ഹൈ 12877 എന്നുള്ള ലെവലിന്റെ മുകളിൽ ബ്രേക്ക് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ മിഡ് ക്യാപിൽ എൻട്രികൾ പ്ലാൻ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇന്ന് HDFC ബാങ്ക്, ICICI ബാങ്ക്, കൊട്ടാക് ബാങ്ക് തുടങ്ങിയ ബാങ്കുകളൊക്കെ ഡൗൺ സൈഡ് ആയിരുന്നു. അപ്പോൾ ബാങ്കിങ് സെക്ടറിൽ ചുരുക്കി പറഞ്ഞാൽ HDFC, ICICI, ആക്സിസ് ബാങ്കുകളുടെ മൂവ്മെന്റ് എങ്ങനെയാണോ ആ സൈഡിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഓൾറെഡി നാളെ നെഗറ്റീവ് സൈഡിലേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് ഈ ബാങ്കുകളുടെ HDFC, ICICI, ആക്സിസ് ബാങ്ക്, SBI ബാങ്കുകൾ തുടങ്ങിയ ബാങ്കുകളുടെ ചാർട്ടുകൾ ഒന്ന് പരിഗണിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.